കണ്ടിരിക്കും. നല്ല തുടക്കം കുഴപ്പമില്ല. നല്ല പടം ബ്രോ. അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം. സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ സേവിങ് പ്രൈവറ്റ് റിയ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അതിൻ്റെ ചരിത്രം എന്താ, ആ പടത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ യുദ്ധഭൂമിയിൽ ചെന്നിട്ട് യുദ്ധം ചെയ്യാൻ കഴിയാതെ പോയ ഒരു പട്ടാളക്കാരൻ്റെ കഥയാണത്. ആ പടത്തിൻ്റെ ഒരു വേർഷനാണ്, അതായത് കീർത്തി ചക്രയിൽ നമ്മുടെ ഷിബു തിലകൻ ചെയ്ത ഒരു കഥാപാത്രം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള മനസാക്ഷിയുള്ള ഒരു പോലീസുകാരൻ്റെ കഥയാണ് ഈ ചുരുളിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. നല്ല പടമാണ്, ഒരു കുഞ്ഞു പടമാണ്. KSFDCയുടെ പ്രൊഡക്ഷനിൽ വരുന്നൊരു പടമാണ്. എല്ലാവരും പറ്റിയാൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. മലയാള സിനിമ ആശയപരമായും ആദർശപരമായും പുതിയൊരു ചുവടെടുത്ത് വച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ സിനിമ. ചുരുൾ എന്നാണ് സിനിമയുടെ പേര്. തിയേറ്ററിൽ പോയി കാണുക. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒരു 3 കാലഘട്ടമായിട്ട് നല്ലൊരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. നല്ല രീതിയിൽ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു നല്ല ഒരു ചിത്രം തന്നെയാണ് ഈ ചിത്രം. സിനിമ നന്നായിട്ടുണ്ട്. നല്ല മേക്കിംഗ് ഒക്കെ വെരി ഗുഡ്, ഫോട്ടോഗ്രാഫി എസ്പെഷ്യലി. പക്ഷേ ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഒരു സിനിമയാണ്. പല ഓർമ്മപ്പെടുത്തലുകളാണ്. എപ്പോഴും ചൂഷിതവർഗവും ചൂഷണത്തിന് വിധേയമാവുന്നവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്ത് തന്നെ ഈ സമൂഹത്തിന് ഇന്നലകൾ എങ്ങനെയായിരുന്നു ഇന്നും മറ്റൊരു രൂപത്തിൽ ഇത് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ടിത് വളരെ പ്രസക്തമായൊരു സിനിമയാണ്. കാര്യങ്ങൾ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം. അതിൽ എടുത്തു പറയേണ്ടത് പ്രമോദ് വെളിയനാട് എന്ന നടൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസാണ്. അതേപോലെ തന്നെ ഒരുപാട് പേര് ഇതിൽ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ടീമാണ്. കാരണം അത് ഈ താഴ്ന്ന ജാതിക്കാരുടെ ഇതുകൊണ്ട് അവർ അനുഭവിച്ച പ്രയാസങ്ങളും ഇതൊക്കെ കാണിക്കണത്. കാരണം ഒരു തേയിലത്തോട്ടത്തിൽ നടക്കുന്ന മുമ്പ് തൊഴിലാളികളുടെ ഒരു പ്രശ്നമൊക്കെ ഇല്ല, അങ്ങനെ ഒരു രീതിയിൽ കാണിച്ച് ഇത് പഴയൊരു കേസിൻ്റെ വൈരാഗ്യം അത് തീർക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചതിൻ്റെ ഒരു വഴിത്തിരിവായിരിക്കുന്നത് നമ്മുടെ പ്രമോദ് വെളിയനാട്. അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടറാണ് ഇതിൽ എന്തായാലും കിട്ടിയത്. അതിന് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാമെന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ.